ഐ വി സ്റ്റാർട്ട് ആൻ വെയിറ്റിംഗ് കരുതി കുരിശൊന്ന് ഓഫാൻ. എന്നാലും ഈ സാറിന്റെ മനസ്സ് എങ്ങനെയാ മാറിയത്? സിമ്പിൾ. സാർ മിസ്സിന്റെ പുറകെയാ കട്ട പ്രേമം. അത് നിനക്ക് എങ്ങനെ അറിയാം? വല്ലപ്പോഴൊക്കെ സ്റ്റാഫ് റൂമിൽ കയറണം. അതെങ്ങനെയാ ക്ലാസ് റൂമിൽ പോലും കയറാറില്ലല്ലോ. കറക്റ്റ്. അപ്പൊ പിന്നെ നമുക്ക് സാറിനോട് പോയൊരു താങ്ക്സ് പറയാം അല്ലേ? താങ്ക്സ് ഒക്കെ ഇവിടെ നിൽക്കട്ടെ, ആദ്യം ഒരു സോറി പറയാം. കറക്റ്റ്. ദാറ്റ്സ് ഓക്കെ. സോറി ഒന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കുറച്ചുണ്ടാക്കിയ പ്രശ്നത്തിന് മറ്റുള്ളവരെ പണിഷ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇനി അങ്ങോട്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാതിരുന്നാ മതി. അക്ഷയ്, തനിക്ക് ആരോടെന്തോ പറയാനില്ലേ? ടീച്ചേഴ്സ് അറിയാതെ ക്ലാസ് റൂമിലൊന്നും നടക്കത്തില്ല. ഡോ, തന്നോടും കൂടെ. സാർ ഇവിടെ നിൽക്കുവാണല്ലേ? വരുന്നില്ലേ? വേഗം വാ സർ. അല്ല, ഞാനിപ്പോ വരാം. ഞാൻ പുറത്തന്നെ ഉണ്ട്. എന്താടോ ഒരു തമാശ? ആ പറ, ഞാനോടൊന്നും ചിരിക്കട്ടെ. അല്ല, ഈ സ്റ്റുഡൻസ് അറിയാണ്ട് സ്റ്റാഫ് റൂമിലും ഒന്നും നടക്കാറില്ല. അല്ല, അങ്ങനെയൊന്നുമില്ല. സൺസെറ്റ്, നൈസ് നൈസ്, ബ്യൂട്ടിഫുൾ സൺസെറ്റ്, ലവ്ലി സൺസെറ്റ്. നൈസാ. കണ്ടിട്ട് വന്നാ മതി. അങ്ങനെ ഹംപിയിൽ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റിന് ശേഷം അവരെല്ലാരും തിരിച്ചു സൺറൈസ് കാണാനായി ഗോവയിലേക്ക്. നമുക്കൊരു മൂവി പ്ലേ ചെയ്താലോ? എല്ലാരും ഇരുന്നേ, സിനിമ ഇടാൻ പോവാണ്. ഇരുന്നേ മോളെ. ഒന്നിങ്ങി വാ. നീ മൂവി ഒന്ന് പ്ലേ ആവോ? ചെല്ല്. അയ്യോ, പർവ്വതം പോലെ ടിവിയുടെ മുമ്പിൽ നിൽക്കാണ്ട് എവിടെയെങ്കിലും പോയി ഇരിക്കടി. എന്റെ സീറ്റ് വന്നിരുന്നിട്ട് ഓടി. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും പ്ലീസ്. നടക്കട്ടെ. ആരിത്? ഹായ് അക്ഷയ്. ഹായ്. സൈഡ് സീറ്റിൽ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? സൈഡ് സീറ്റിൽ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അന്ന് എനിക്കുണ്ട്. ആ ഇരിക്കുന്നില്ലേ? സൈഡ് സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ എനിക്ക് വട്ടാന്ന് തോന്നിക്കാണോ അല്ലേ? ഇച്ചിരി. ഇവിടുന്ന് പുറത്തോട്ട് നോക്കിയാ പിന്നെ കണ്ണ് തുറന്ന് സ്വപ്നം കാണാൻ പറ്റും. ആരാ? അച്ഛനാ. എന്നും എന്താ സംഭവിച്ചെന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല. എന്നും വിളിക്കും? പണ്ടെന്നും വിളിക്കുമായിരുന്നു, ഇപ്പൊ വാട്സാപ്പായി. അപ്പോ ഇന്നലെ ഒക്കെ ടെക്സ്റ്റ് ചെയ്തത് വേറെ ആരെ? അച്ഛനെ തന്നെ. ഓ അച്ഛാ. ഉമ്മ കൊടുത്തോ? പോടാ. നമ്മളെ
ഈ ഇഷ്ടപ്പെടുന്ന പെണ്ണ് കിടന്നുറങ്ങുന്ന കാണാൻ വരെ എന്ത് ഭംഗിയാലേ. ആദ്യത്തെ ഒരാഴ്ച കാണും ഇത്. എന്തിവിടെ ഇരിക്കുന്നേ? താൻ എന്നാ അവസാനമായിട്ടൊരു സൺറൈസ് കണ്ടത്? സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കാറുണ്ട്, അസ്തമിക്കാറുണ്ട്. പക്ഷെ ആർക്കൊരു മൈൻഡില്ല. ചിലപ്പോ ഒക്കെ എനിക്ക് തോന്നാറുണ്ട്, എല്ലാരും വല്ലപ്പോഴും ഒരു സൺറൈസ് ഒക്കെ കണ്ട ഈ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ദിയ എന്ന് വെച്ച പ്രകാശ്. ഹായ്. ഏ ഓളൻ ഇന്നലെ രാത്രി ഇങ്ങനെ ഒലിപ്പിച്ച് ബോറാക്കിയല്ലേ. ശ്ശേ, പോടാ അവിടെ നിന്ന്. ആ വരും വരുൺ നോക്കടി. സ്റ്റേ ഉള്ളാട്ടോ, അടിപൊളി സ്ഥലം. ഇറങ്ങി വേടാ. അതേ വരുന്നു, ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഓക്കെ. ലവ്ലി എന്ത് ചെയ്യാൻ പോവാ? ചായ ഉണ്ടാക്കാൻ ഞാൻ. അയ്യോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദി കേരള ടീ. അല്ല അല്ല, എനിക്കറിയാം. ഞാൻ പറഞ്ഞുതരാം. 1 സെക്കൻഡ്. കഴിക്കു ദേവു. എനിക്ക് വേണ്ട. കുറച്ച് കഴിച്ചേ. ഇന്നലെ രാത്രി കൊറേ കഴിച്ചു. എനിക്ക് വിശപ്പില്ല. അത് ഡിന്നർ, ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? കഴിച്ച മര്യാദക്ക്. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ഞാനങ്ങ് സഹിച്ചു. ഒരു ജോലിയാണല്ലേ. See, you have to steer in the clockwise direction and anti-clockwise direction. Again clockwise direction and anti-clockwise direction. ഇനി ഇതൊന്ന് കുടിച്ചു നോക്കൂ. ഓ 1 സെക്കൻഡ്, ഞാൻ മറന്നു. ഐ ആം സോറി. എടി എടി ഇന്നലെ രാത്രി എന്താ സംഭവിച്ചേ? നിങ്ങളല്ലേടാ പറഞ്ഞേ ഒരു പെണ്ണിനെ വീഴ്ത്താൻ അവളെ ചിരിപ്പിക്കണമെന്ന്. ഇന്നലെ അവൾ ഇഷ്ടം പോലെ ചിരിച്ചളിയാ. പക്ഷേ ഓരോ തവണ അവള് ചിരിക്കുമ്പോഴും ഞാനാണ് കൂടുതൽ വീണ് പോയെ. അവനൊരു പാവ, പക്കാ ഡീസന്റ്. ഇതുവരെ ഒരൊറ്റ പെണ്ണിന്റെ മുഖത്തോളം നോക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നിന്നോട് എന്തൊരു സോഫ്റ്റ് കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നത്. ചുമ്മാറൊന്നിങ്ങനെ പറയാതെ. ഹി സീംസ് ടു ബി എ നൈസ് ഗൈ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇങ്ങനത്തെ നൈസ് ഗൈസ് ആണ് നിനക്ക് വീണു പോവാൻ ചാൻസ്. The story of this sport is like a bad marriage. When it started, everything was great. The Portuguese is ദിയ, നീ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ കിട്ടും. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഹായ്. ഞാൻ തന്നെ പറ്റി ഒരു കാര്യം കേട്ടല്ലോ. എന്ത് കാര്യം? തനിക്ക് എന്നോട് അഗാധമായ പ്രേമമാണെന്ന്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഇവന്മാര് ചുമ്മാ അറിഞ്ഞുണ്ടാക്കുന്ന. കോളേജ് തുടങ്ങുമ്പോ നമ്മളിങ്ങനെ ക്ലാസ്സിലുള്ള ഗേൾസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുമല്ലോ. അപ്പോ തന്നെ കാണാൻ ഞാൻ ക്യൂട്ടാന്ന് പറഞ്ഞു. അപ്പൊ തൊട്ട് തുടങ്ങിയത് അവന്മാര്. അപ്പൊ ഞാൻ ക്യൂട്ടാന്ന് സമ്മതിച്ചു അല്ലേ? അപ്പൊ തോന്നി, ഇപ്പൊ ഒട്ടും തോന്നണല്ലോ. എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ കുറേ ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, എല്ലാരും അവസാനം ഐ ലവ് യു എന്ന് പറഞ്ഞ് പുറകെ വരും. അതോടെ ഫ്രണ്ട്ഷിപ്പ് ക്ലോസ്ഡ്. താൻ നോക്കുന്നേ? ഓഹോ, ഞാനും തന്റെ പുറകെ ഇങ്ങനെ വരുന്നല്ലേ? അതെ, താനാണ് ഇങ്ങോട്ട് വന്ന് എന്റെ അടുത്തിരുന്നത്. എന്റെ പേടി താൻ എന്റെ പുറകെയാണോ? ഓഹോ, ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്.